ഇടുക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിൽ സംഭവിച്ചത് വലിയൊരു ഭരണകൂട വഞ്ചനയാണ്. LDF അധികാരമൊഴിഞ്ഞ് UDF മന്ത്രിസഭ അധികാരമേറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പായാണ് അവിടെ കുടിയൊഴിപ്പിക്കൽ നടപ്പാക്കിയത്. പന്നിയാർ പുഴയോരം കയ്യേറി നിർമ്മിച്ചു എന്ന് പറഞ്ഞാണ് ഒഴിപ്പിക്കൽ നടത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ കിടപ്പാടങ്ങൾക്കൊപ്പം 3 പള്ളികളും ഒരു അമ്പലവും ഉൾപ്പെടെ 88 കെട്ടിടങ്ങളാണ് ഒഴിപ്പിച്ചത്. റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസ് സഹായത്തോടെ 29 വീടുകളാണ് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി എന്ന് പറഞ്ഞ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ പൊളിച്ചു മാറ്റിയത്. കുടിയൊഴിപ്പിക്കലിന് ഇരയാക്കപ്പെട്ട എലിസബത്ത് കേരള ഇൻസൈറ്റിനോട്. എന്താണ് അതിന് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ വല്ലതൊക്കെ നടന്നോ? എന്താ ചെയ്തോണ്ടിരിക്കണേ? നിങ്ങൾക്ക് വേറെ താമസ സൗകര്യം തന്നോ? ഇല്ലെന്നേ, ഞങ്ങക്ക് ഒന്നും തന്നിട്ടില്ല. ഇതുവരെ ആയിട്ട് ഞങ്ങക്ക് 2 മാസത്തെ വാടക മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങക്ക് സ്ഥലമോ വീട് ഉണ്ടാക്കാനുള്ള അവസരമോ എന്നും പറഞ്ഞിട്ടും ഇല്ല, തന്നിട്ടും ഇല്ല. അവരടുത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങള് സമ്പാദിച്ച മൊത്തം സ്വത്ത്, ഞങ്ങളുടെ പൈസ മുഴുവനും ഞങ്ങൾ കെട്ടിയ വീട്ടിനാ ഇട്ടത്. പക്ഷെ അവര് അത് പോയത് ഒരു ഉറപ്പില്ലാന്ന് പറഞ്ഞിട്ട് അവർ നടക്കണേ. ഞങ്ങൾ എന്നാ ചെയ്യും? സർക്കാർ പറയുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 5 സെന്റ് സ്ഥലവും ഒരു വീട് പെറ വെച്ച് കൊടുത്താൽ മതി എന്നാ ഞങ്ങൾ പറയണേ. അത് 5 സെന്റ് സ്ഥലോ? 5 സെന്റ് സ്ഥലവും ഞങ്ങൾക്ക് ഒരു പെറ വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മണ്ണ് കൊടുക്കുന്നേ. നിങ്ങൾ എത്ര പേരുണ്ട് ശരിക്കും? എത്ര കുടുംബങ്ങളുണ്ട് ഇങ്ങനെ വീടില്ലാത്തവരായിട്ട്? വീടില്ലാത്തവരായിട്ട് ഒന്നും ഇല്ലാത്തവരായിട്ട് ഒരു 14 പേരുണ്ട്. 14 കുടുംബങ്ങളുണ്ട്. 14 കുടുംബം. എല്ലാവരുടെയും വീട് ഇപ്പൊ ഈ സമയത്ത് പൊളിച്ചതല്ലേ? ശരിക്കും പൊളിച്ചു കളഞ്ഞതല്ലേ? പൊളിച്ചു കളഞ്ഞതാ. എല്ലാവരുടെ വീട് ഒരുമിച്ച് തന്നെ പൊളിച്ചതാ. ഇവർ 2 കടക്കാർ ഓർത്തിട്ടാ ഞങ്ങളുടെ പേര് കൊടുത്തിട്ട് അത് കോടതിയിൽ വെച്ചിട്ട് അവര് ഒന്നും വിചാരിക്കാതെ ഞങ്ങൾ എവിടെ കിടക്കും എന്നൊക്കെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് ഒന്നും അറിയാതെ തന്നെ അവരെ ഇടിച്ചു കളഞ്ഞതാ പെരയൊക്കെ. ഞങ്ങളും ഫുള്ളായിട്ട് ഈ 15 കുടുംബത്തുകാർ ഫുള്ളായിട്ട് തമിഴ്ക്കാരാ, ഫുൾ ആൻഡ് ഫുള്ള്. ഈ കേരളത്തില് ഞങ്ങള് ജനിച്ച് വളർന്നവരാ. നമ്മുടെ അച്ഛന്റെ അമ്മ അപ്പൊക്കെ അവിടെ ജനിച്ചതാ. ഇപ്പൊ കുറെ വർഷമായിട്ട് നിങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്? 60 കൊള്ളായിട്ട് ഇവിടെ താമസം. 3 തലമുറയായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ട് വന്നവരാ ഞങ്ങള്. ഞങ്ങൾ കയ്യേറ്റം പിടിച്ചില്ല. ഞങ്ങക്ക് സ്ഥലം മേടിച്ച് ഞങ്ങൾ പെറ പണിതതാ. അങ്ങനെ ശരി. സ്വന്തമായിട്ട് ഞങ്ങൾക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം ഉണ്ട്. ഈ ഗവൺമെന്റ് കൊടുത്തതാ ഞങ്ങക്ക്. ഇപ്പൊ എന്താണ് ഈ സർക്കാർ ഇപ്പൊ എന്താണ് പറയണത്? സർക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫ് പത്തിന് തരാം, അങ്ങനെ ഇങ്ങനെയാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു നടപടിയും എടുക്കുന്നില്ല. നിങ്ങൾ കണ്ടിരുന്നോ? പിന്നെ അല്ലെങ്കിൽ ഇവരെ മന്ത്രിമാരെയോ MLA മാരെയോ ആരെങ്കിലും നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ഞങ്ങള് അവർ വന്ന് കണ്ടിട്ടില്ല. ഞങ്ങള് പോയാർന്ന്. പോയപ്പോ അവർ പറയുന്നുണ്ട് സ്ഥലം തരാം. അതും തരുന്നത് അവിടെ നിന്ന് നമ്മൾ ഒരു സാധനം മേടിക്കുവാണെങ്കിൽ നമ്മൾ സിറ്റി ചെല്ലുവാണെങ്കിൽ 100 രൂപ കൊടുക്കണം, ഒരു ഓട്ടോക്കൂലി. ബസ് സൗകര്യം ഇതും ഇല്ല. NH ഹൈവേയിലൊക്കെ റോഡ് സൈഡിലൊക്കെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ അവർ തരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. അവർ തരുന്നില്ലെന്നേ, ഒന്നും പറയുന്നുമില്ല. ഞങ്ങള് ഒരു മൈൻഡ് ചെയ്യാതെ അവർ കാണുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇനി സ്ഥലം മാത്രമായി കിട്ടിയിട്ട് നിങ്ങൾക്ക് വീടുണ്ടാക്കി തരണ്ടേ? നിങ്ങളുടെ വീടല്ലേ പൊളിച്ചു കളഞ്ഞത്? അതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് സ്ഥലവും ഇല്ല, വീടും ഇല്ല. ഇപ്പൊ അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കുന്ന സ്ഥലവും വീടും ഞങ്ങൾക്ക് വേണമെന്നാ പറയുന്നത്. അവിടെ പരിസരത്തുള്ള പള്ളികളും പൊളിച്ചു മാറ്റപ്പെട്ടിരുന്നല്ലോ? 3 പള്ളികൾ പോയിട്ടുണ്ട്. പള്ളികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായി? ഇപ്പൊ പള്ളികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. ചെയ്തു തരാന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവരാവശ്യപ്പെടുന്നുണ്ടോ? ആ പള്ളിയിലുണ്ടായിരുന്ന അച്ഛന്മാരും അവരൊക്കെ ഇന്ന് വന്നില്ല. അതെ അല്ലേ? അവരെന്താണ് പറയുന്നത്? അവര് സർക്കാർ ചെയ്തു തരുന്നോ മറ്റു പറഞ്ഞോ? എന്താ അവസ്ഥ? അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങള് വാടകയ്ക്ക് റൂമൊക്കെ മേടിച്ച് അവിടെ പ്രാർത്ഥനയൊക്കെ വെക്കണേ. അത് ശരി. മാസത്തില് 15,000 രൂപ വാടകയ്ക്ക് കൊടുത്തിട്ട് ഒരു റൂം മേടിച്ച് അവിടെ പള്ളി. യാതൊരുവിധ പുനരധിവാസ വാഗ്ദാനങ്ങൾ നൽകാതെയും അവർക്കായി ബദൽ സംവിധാനങ്ങൾ സ്വീകരിക്കാതെയുമാണ് മനുഷ്യരെ അവിടെ നിന്ന് കുടിയിറക്കിയത്. ഭരണമാറ്റത്തിന്റെയും പുതിയ മന്ത്രിസഭ വരുന്നതിന്റെയും ഇടവേളയിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. സർക്കാരിൽ നിന്ന് യാതൊരു ഉറപ്പും ലഭിക്കാതെ പൂപ്പാറയിലെ ജനങ്ങൾ പൂർണ്ണമായും വഴിയാധാരമാക്കപ്പെട്ടു. ഈ 29 കുടുംബങ്ങളും ഇപ്പോഴും മതിയായ സൗകര്യങ്ങളില്ലാത്ത ഉൾപ്രദേശങ്ങളിലുള്ള വാടക വീടുകളിലാണ് കഴിയുന്നത്. ചോർന്നൊലിക്കുന്നവയാണ് പല വീടുകളും. മാത്രമല്ല, അവർക്ക് 2 മാസത്തെ വാടക മാത്രമാണ് ഇതുവരെ നൽകിയത്.
ഇതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ അവർക്ക് ഇതുവരെ ലഭ്യമാക്കിയിട്ടുമില്ല. പിന്നീട് നടന്ന ചർച്ചയിൽ 5 സെന്റ് സ്ഥലവും വീടുമാണ് ഇവർക്ക് റവന്യൂ ഉദ്യോഗസ്ഥരും സർക്കാരും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനായുള്ള സ്ഥലമെടുപ്പോ വീട് നിർമ്മാണമോ ഇനിയും തുടങ്ങിയിട്ടുമില്ല. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടുകളാണ് പലർക്കും നഷ്ടമായത്. എല്ലാ സമ്പാദ്യവും അതോടെ കവർന്നെടുക്കപ്പെട്ടു. പലരും രോഗികളാണ്, വിധവകളാണ്, പ്രായമായ മാതാപിതാക്കളും ചെറിയ കുഞ്ഞുങ്ങളുമുള്ളവരാണ്. വീടും കിടപ്പാടവും നഷ്ടപ്പെട്ട ഷീബ ഇൻസൈറ്റിനോട്. എന്താണ് നിങ്ങളുടെ വീട് ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് അറിയുന്നു. എന്താണ് ഇപ്പൊ പറയുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇനിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണല്ലോ? ഇപ്പൊ കുറെ കാലമായില്ലേ പൊളിഞ്ഞിട്ട്, അല്ലെ? എത്ര മാസമായി ഇപ്പൊ? 3 മാസത്തിന് മേളിലാകാൻ പോവാ ചേച്ചി. മെയ് മാസം 7-ാം തീയതി പൊളിച്ചതാ. നാളെയോടുകൂടി 3 മാസം തീർന്നിട്ട് 4-ാം മാസം ആകാൻ പോകുക. എന്നിട്ട് ഇവർ ഒരു സഹായം പോലും ആർക്കും ചെയ്തിട്ടില്ല ചേച്ചി. ഇതിൽ ഒത്തിരി കഷ്ടപ്പെടുന്നത് ഞങ്ങൾ 4-5 കുടുംബക്കാരാ. എല്ലാം പണിത് ആ വീട്ടിൽ തന്നെ പോയിട്ടു. ഒത്തിരി കടവാ. ഇപ്പൊ കടമെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കടവാ നമുക്ക് ഇരിക്കുന്ന. പിള്ളേര് പഠിക്കുന്ന പിള്ളേരെ ഓർത്തിട്ടാ ചേച്ചി ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. സർക്കാർ എന്താ പറയുന്നത്? കുട്ടികളുടെ കാര്യവും ഒക്കെ ഇല്ലേ? എല്ലാ കാര്യങ്ങളും എന്താണ് സർക്കാർ പറയുന്നത്? അവർക്ക് അതൊന്നും മൈൻഡ് ഇല്ല ചേച്ചി. അവർക്ക് അതൊന്നും പ്രശ്നമേ ഇല്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേ? എന്ത് ചെയ്യാനും നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ചേച്ചി. എന്നു വെച്ചാ ഞങ്ങൾ ഓർത്തത് അവര് 3-6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പെറ പണിത് തരാം, സ്ഥലം കണ്ടെത്തി പെറ പണിത് തരാന്നാ അന്ന് പറഞ്ഞത്. വീട് പൊളിച്ച പിറ്റേ ദിവസം വന്നിട്ട് ഇപ്പൊ 3 മാസം ആയി. നാളെയോടുകൂടി 4 മാസം ആകാൻ പോവാ. എന്നിട്ട് ഇന്ന് ഞങ്ങൾ എല്ലാരും പോയി കണ്ടിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാ കണ്ടത് നിങ്ങള് തഹസിൽദാറിനെ കാണാൻ പോയി, MLA ഒക്കെ കാണാൻ പോയതാണ്. അപ്പൊ അവർ പറയുന്നത് ഓരോരോ ആള് ഓരോരോ വിധത്തിലാ ചേച്ചി പറയുന്നത്. കൃത്യമായിട്ട് ഒരാൾ ഇന്നത് നിങ്ങക്ക് ചെയ്തു തരാം, ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തരാന്ന് ആരും കൃത്യമായിട്ട് പറയുന്നില്ല ചേച്ചി. മറ്റേ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ കാര്യം അവർ പറയുന്നത് പോലും ഇല്ല ചേച്ചി. നമ്മളിപ്പോ നേരത്തെ ചെന്ന് മടുത്തു. നിങ്ങൾക്കിപ്പോ സ്ഥലം മാത്രം കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. വീട് ഉണ്ടായിരുന്ന വീട് പൊളിച്ചു പോയതല്ലേ? അപ്പൊ വീടും കൂടെ ഉണ്ടാക്കി കിട്ടണ്ടേ? നമ്മുടെ വീടൊക്കെ നല്ല വലിയ വീടായിരുന്നു. 20 കൊല്ലമായിട്ട് പണിത് ഉണ്ടാക്കി. ഇപ്പൊ അതിന്റെ കടം പോലും തീർത്തിട്ടില്ല ചേച്ചി. ശരി. കടം പോലും തീർക്കാത്ത രീതിയിലാണ് ഞങ്ങളിപ്പോ ഇരിക്കുന്നത്. മതിയായ സൗകര്യങ്ങളില്ലാത്ത വാടക വീടുകളിൽ ദുരിത ജീവിതം നയിക്കുന്ന നിസ്സഹായരും നിരാലംബരുമായി അവർ മാറ്റപ്പെട്ടത് ഒരൊറ്റ ദിവസം കൊണ്ടാണ്. പുഴയോരത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുമ്പോൾ അത് നിയമപരമായി തടയാതിരുന്ന സർക്കാർ സംവിധാനങ്ങളാണ് വീടും കിടപ്പാടവും പിടിച്ചെടുത്ത് കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ കൃത്യത പുലർത്തിയിരിക്കുന്നത്. ശരിയായ ബദൽ സംവിധാനങ്ങളില്ലാതെ മനുഷ്യരെ പെരുവഴിയിലാക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ഇവർക്ക് വാഗ്ദാനം നൽകിയ വീടും സ്ഥലവും ഉടൻ ലഭ്യമാക്കണം.